നീരജ. ആ പേര് കേൾക്കെ ദേവ് ഒരു നിമിഷം മൗനമായി. പറയ് ദേവ്, അവളോട് നീ എന്ത് പറയും? ഇപ്പോഴുമുണ്ട് അവളുടെ വിരലിൽ നീ അണിയിച്ച എൻഗേജ്മെന്റ് റിങ്. അത് കേൾക്കെ ദേവ് അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ചു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേവ്, പ്ലീസ് ജഗൻ, എല്ലാം അറിയുന്ന നീ ഇങ്ങനെ പെരുമാറരുത്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ടോ? എടാ, അങ്ങനെയല്ല. നീ എപ്പോഴെങ്കിലും അവളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണവൾ. ഒരുപക്ഷെ പാർവതി. ഷട്ടപ്പ് ജഗൻ, ജസ്റ്റ് ഷട്ടപ്പ്. ജഗനോട് അലറുക തന്നെയായിരുന്നു. ഒരിക്കലും എൻ്റെ പാറൂട്ടനുമായി കമ്പയർ ചെയ്യരുത്. ആജ്ഞ. അതായിരുന്നു അവൻ്റെ വാക്കിൽ നിറഞ്ഞു നിന്നത്. അതറിഞ്ഞ പോലെ ജഗൻ്റെ മുഖം വിളറി. എടാ, ഞാൻ അങ്ങനെയല്ല. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ദേവ് കൈകൾ ഉയർത്തി തടഞ്ഞു. ദേവ് ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ദേവിന് ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ജഗൻ അറിയാം. അതുകൊണ്ട് അവൻ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. ഇന്നേക്ക് 5-ാം നാൾ നമ്മൾ ഇവിടെ നിന്നും തിരിക്കും. പോകുമ്പോൾ ഈ കാശിനാഥൻ്റെ നെഞ്ചോട് ചേർന്ന് പാർവതിയും ഞങ്ങളുടെ പ്രാണനുമുണ്ടാകും. അറിയിച്ചേക്ക് നീ, ആരെയാണെന്ന് വെച്ചാ. അത്രയും ഒരു മുരൾച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നു. ജഗൻ ദേവ് പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. അവൻ വെറും വാക്ക് പറയാറില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ജഗൻ ഫോണെടുത്ത് നീരജ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. ഒറ്റ റിങ്ങിൽ തന്നെ അറ്റൻഡ് ആയതും അവനൊന്ന് നിശ്വസിച്ചു. ജഗൻ. പതിഞ്ഞ അവളുടെ ശബ്ദം കേട്ടതും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ജഗൻ, കേൾക്കുന്നില്ലേ? കോൾ എടുത്തിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ ചോദിച്ചു. ഒന്ന് മൂളാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ. ദേവ്, ഞങ്ങൾ സൺഡേ അവിടെ എത്തും. പിന്നെ പിന്നെ എന്തും ഉൾക്കൊള്ളാൻ മനസ്സാൽ തയ്യാറാകുക. എന്തും. അത്രയും പറഞ്ഞ് മറുപടി കേൾക്കാൻ നിൽക്കാതെ അവൻ കോൾ കട്ട് ചെയ്തു. അവളുടെ മുഖം മനസ്സിൽ വന്നതും ഒരു വേദന തോന്നി. എനിക്ക് അവനില്ലാതെ പറ്റില്ല ജഗൻ. ഒരു പൊട്ടിക്കരച്ചിലോടെയുള്ള നീരുവിൻ്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിയതും അവൻ കണ്ണുകൾ ഇറുകി അടച്ചു. പക്ഷേ ഇവിടെ ദേവിൻ്റെ ഭാഗത്താണ് ശരികൾ കൂടുതൽ. പാറു, പാറു. ഉച്ചത്തിലുള്ള പാച്ചിയമ്മയുടെ വിളി കേട്ട് പാല് കുടിച്ച് ചെറുമയക്കത്തിലേക്ക് പോയിരുന്ന തുമ്പി പോലും ഞെട്ടി. ദാ വരുന്നു അമ്മ, കുഞ്ഞിന് പാല് കൊടുക്കുക, ഇപ്പോൾ വരാം. കുഞ്ഞിൻ്റെ തുടയിൽ പതിയെ തട്ടിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞതും പിന്നെ വിളിയൊന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത് അവർ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. തുമ്പിയെ ഉറക്കി ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ദിശയിലേക്ക് തന്നെ കണ്ണുകൾ നട്ട് എന്തോ ചിന്തയിലിരിക്കുന്ന പാച്ചിയാണ്. ഒരു ചെറിയ മലയുടെ അടിവാരത്താണ് തങ്ങൾ താമസിക്കുന്നത്. മുകളിലേക്ക് ഒരു 5-6 വീടുകൾ കൂടിയുണ്ട്. 4-ാമത്തെ വീട്ടിലെ സീമ എന്ന പെൺകുട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. അവൾക്കുള്ള കുറച്ച് ലേഹ്യം കഷായവും മറ്റും തയ്യാറാക്കി കൊണ്ടുപോയതായിരുന്നു പാച്ചി. എന്താ അമ്മേ, എന്താ മുഖം വല്ലാതെ? പതിഞ്ഞ സ്വരത്തിൽ പാറു ചോദിച്ചു. മോളിന്ന് മാത്തനെ കണ്ടിരുന്നു? പാച്ചിയുടെ ചോദ്യത്തിൽ പാറു ഒന്ന് ഞെട്ടി. അതിൽ നിന്ന് തന്നെ പാച്ചിക്ക് അവൾ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയിരുന്നു. പിന്നെന്താ മോളെ നീ എന്നോട് പറയാതിരുന്നത്? അയാൾ എന്നെ തടഞ്ഞു നിർത്തി എന്നുള്ളത് നേരാ അമ്മേ. പക്ഷേ വേറെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അമ്മയായി അയാളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എത്ര നാൾ ഇങ്ങനെ പേടിച്ച് കഴിയും? അതിന് മൗനമായിരുന്നു അവളുടെ മറുപടി. ഞാനെങ്ങാനും ഒരു നാൾ ഇല്ലാണ്ടായാൽ? അമ്മേ, പാച്ചി പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവളൊരു ഞെട്ടലോടെ വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ചിന്തിക്കണം പാറു, മരണം എന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ്. എനിക്ക് നിന്നെ പറ്റിയുള്ള വിഷമം മാത്രമേ ഉള്ളൂ പാറു. ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിമിഷം എന്നെ മരണം വന്ന് വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ പോകും. ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എനിക്ക് പിന്നെ. പൊട്ടിക്കരഞ്ഞു പോയി അവൾ. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതുവരെ ഒരിക്കലും മോളോട് ചോദിക്കരുത് എന്ന് കരുതിയ ഒന്നാണ്. പക്ഷേ ഇപ്പം മനസ്സ് പറയുന്നു എല്ലാം അറിയാൻ സമയമായി എന്ന്. അമ്മയ്ക്കറിയണം മോളെ, എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. ഉറച്ച ശബ്ദത്തോടെ പാച്ചി ചോദിക്കുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. തൻ്റെ കയ്യിലെ ഫോട്ടോസിലേക്ക് അവൾ പ്രണയത്തോടെ നോക്കി. നിറച്ചിരിയോടെ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന താനും ചെറുചിരിയോടെ തൻ്റെ വിരലുകളിൽ മോതിരം അണിയിക്കുന്ന ദേവും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നില്ലേ ദേവ്? അന്ന് എന്ത് ഹാപ്പിയായിരുന്നു നമ്മൾ. എൻ്റെ പ്രണയ സാഫല്യ ദിനം. പക്ഷേ പിന്നീട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എന്തിനാ ദേവ് നമ്മുടെ ഇടയിലേക്ക് നീ ആ പാർവതിയെ കൊണ്ടുവന്നത്?
വർഷങ്ങളായി ഏറെ മോഹിച്ച് പ്രണയിച്ചു നേടിയ നിന്നെ ഒരു നിമിഷം കൊണ്ട് അവൾ എന്നിൽ നിന്നും അകറ്റി. പക്ഷേ സമ്മതിക്കില്ല ഞാൻ. ദേവി കാശിനാഥൻ ഈ നീരജ പരമേശ്വരൻ്റെ മാത്രമായിരിക്കും. നീ തിരിച്ചു വരാൻ ഞാൻ അനുവദിക്കില്ല പാർവതി. ഇത് സ്വാർത്ഥതയല്ല, എൻ്റെ പ്രണയമാണ്. നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ അവൾ തുടച്ചു നീക്കി.